ആക്ടിവിറ്റി ചെയ്താലോ? വെരി ഈസി, സിമ്പിൾ, വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് ചെറിയൊരു ആക്ടിവിറ്റി. ഇതിനിടയ്ക്ക് ഇത്തിരി ഇഷ്യൂ ആണ്, ക്ഷമിക്കണേ. അപ്പൊ എന്റെ കുഞ്ഞ് 9 മന്ത് ആണ്. അപ്പൊ 9 മന്ത് കുഞ്ഞുങ്ങൾക്ക് ആക്ടിവിറ്റി അല്ല, എല്ലാ കുഞ്ഞുങ്ങൾക്കും 7-8 മന്തിനുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ആക്ടിവിറ്റീസ് ചെയ്യാം. അടിപൊളിയായിരിക്കും. നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ നന്നായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് നമുക്ക് പോയി കാണാം. എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ സെല്ലോ ടാപ്പ്. അപ്പൊ സെല്ലോ ടാപ്പ് വെച്ച് നമുക്ക് ഈ ഗെയിം കളിക്കാം. വെരി ഈസി ആൻഡ് സിമ്പിൾ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ ഫേവറേറ്റ് ടോയ്സ് കാണും. എപ്പോഴും അത് കാണുമ്പോഴത്തേക്ക് എടുക്കാൻ തോന്നുമല്ലോ. അപ്പൊ അത് ഏത് ടോയ് ആണെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ട് ആ ടോയ് ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ച് തറയിൽ ഒട്ടിച്ചു വെക്കുക. തറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഉറപ്പായ സ്ഥലത്തോ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടിരുത്തുകയാണെങ്കിൽ അവരതിനെ പിടിച്ച് വലിച്ച് ആ ടോയിനെ എടുക്കാൻ ശ്രമിക്കും. സോ ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കൈക്ക് സ്ട്രെങ്തനിങ് കിട്ടും. അപ്പം അവർക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കുഞ്ഞിനെ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള വഴിയും പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മളും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആവും. കുഞ്ഞുങ്ങൾ അവിടെ ലേൺ ചെയ്യും എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ എടുക്കേണ്ടതെന്ന് ലേൺ ചെയ്യും. സോ അവരുടെ ആ ഫേവറേറ്റ് ടോയ് എടുക്കാനായിട്ട് എന്തൊക്കെ വഴിയുണ്ടോ അതൊക്കെ ആ പിള്ളേര് അവിടെ പരീക്ഷിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ആക്ടിവിറ്റി നല്ലതാണ്. ഈ ആക്ടിവിറ്റിയും സെയിം ആണ്, സെല്ലോ ടാപ്പ് വെച്ചാണ്. പക്ഷെ ഇതിൽ എന്താന്ന് വെച്ചാൽ അതിലുള്ള പശ ആവശ്യമില്ല. ആ പേസ്റ്റ് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കില്ലേ, അതൊന്ന് മാറ്റുന്നതിന്റെ തറയിൽ കുറെ നേരം എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്റ്റിക്കിനെസ് മാറും. ആക്ച്വലി ഞാനിത് വേറെ പർപ്പസിനാണ് എടുത്തത്. പക്ഷേ ഞാൻ അവിടെ തറയിൽ ഒട്ടിച്ചപ്പോൾ വാവ വന്നിരുന്നു. എങ്കിൽ പിന്നെ അത് അടുത്തൊരു ആക്ടിവിറ്റി ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വാവ ആ ഒരു ഒട്ടിച്ച ആ ഒരു സ്റ്റിക്കറിനെ എടുക്കാനായിട്ട് കുറെ നേരം ട്രൈ ചെയ്തു. വാവ ചിലരാണെങ്കിൽ എടുക്കും. ഇവൻ കുറെ നേരം ട്രൈ ചെയ്തു. എന്നിട്ട് ആൾക്ക് എടുക്കാൻ അറിയില്ല, അതുകൊണ്ട് പോയി. പക്ഷെ ഈ ആക്ട് ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ടായിരുന്നു വന്നെടുക്കാനൊക്കെ നോക്കിയത്. ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ, ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ ഇതല്ലായിരുന്നു ഞാൻ ശരിക്കും പ്ലാൻ ചെയ്ത ആക്ടിവിറ്റി. എന്താണെന്ന് കാണിച്ചു തരാം. അപ്പൊ എന്റെ ഉദ്ദേശം ഇതായിരുന്നു. ആ സ്റ്റിക്കിനെസ് മാറ്റിയതിനു ശേഷം പിള്ളേരുടെ കയ്യിലോ കൊല്ലോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൽ കൂടുതൽ ഫോക്കസ് അതിലായിരിക്കും. അത് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്തെടുക്കണം, കയ്യിൽ നിന്ന് എടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസിയിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ സ്റ്റിക്കിനെസ് ഉണ്ടായിരിക്കാൻ പാടില്ല, കാരണം പിള്ളേർക്ക് വേദനിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റിക്കിനെസ് മാക്സിമം മാറ്റിയതിനു ശേഷം അവരുടെ കയ്യിലോ കാലില് പിള്ളേർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരുന്നിട്ട് ഈ ഭയങ്കരമായിട്ട് വാല് കാണിക്കുന്നില്ല പിള്ളേരെ. അപ്പൊ ഈ വാല് കാണിക്കുന്ന പിള്ളേരെ കുറച്ചു നേരം പിടിച്ചിരുത്താൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ കയ്യിലോ കാലിലോ കുറച്ച് കയ്യിലെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ തിരിഞ്ഞ് അത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും അവിടെ തന്നെ ഇരിക്കും, കുറച്ചങ്ങോട്ടും ഒന്നും പോകത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു യൂസ് ഉണ്ട് ഈ ആക്ടിവിറ്റി കാരണം. അപ്പൊ ഈ ആക്ടിവിറ്റി ഞാൻ കണ്ടുപിടിക്കാൻ മെയിൻ കാരണം എല്ലാവരും കാർഡ്ബോർഡിന്റെ അകത്ത് സാധനങ്ങൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെള്ള ടാപ്പ് 4 ഗ്ലൗസ് ഒക്കെ ഒട്ടിച്ച് ചെറിയ ബോക്സ് ഇടയിൽ കൂടെ പിള്ളേര് ടോയ്സ് എടുക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും ശ്രമം എന്തിനാ, നമുക്ക് ആദ്യം പിള്ളേർക്ക് അവരുടെ ഈ ചെറിയ ചെറിയ കവറിന്റെ അകത്ത് നിന്ന് എങ്ങനെ അവരുടെ ടോയ്സ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന്റെ എല്ലാ ടോയ്സും ഇതുപോലെ കവറിന്റെ അകത്താക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ടോയ്സ് ഞാൻ പുറത്തെടുക്കില്ല. ഇവനെ കളിക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കുഞ്ഞിനെയും കൊണ്ടിരുത്തി ആ ഒരു ടോയ് ബാഗും കൊണ്ടു വെച്ചതിന് ശേഷം ഏത് ടോയ് ബാഗ് വേണം യൂസ് ചെയ്യാൻ, ഞാനിപ്പോ വെറുതെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ടോയ് ബാഗിനെ എടുത്തുകൊണ്ട് വെക്കുകയാണെങ്കിൽ ഇച്ചിരി ചെറുതായിട്ട് കിലുക്കൊക്കെ അതിനകത്തുണ്ടെങ്കിൽ ഇട്ട് കിലുക്കുവാണെങ്കിൽ ഏതാന്ന് അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ അതിന്റെ അകത്ത് വന്ന് നോക്കി ഓരോന്ന് എടുക്കും. ഇപ്പൊ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഇൻട്രസ്റ്റ് കൂടും. അതിന്റെ അകത്ത് നിന്ന് ഓരോന്ന് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ പഴയ ടോയ്സ് ആണെങ്കിൽ പോലും ചിലർ പറയില്ലേ പഴയ ടോയ് ആയതുകൊണ്ട് കുഞ്ഞ് കളിക്കുന്നില്ല എന്ന്. അപ്പൊ ആ ഒരു പ്രശ്നം വരില്ല. പഴയ ടോയ് ആണെങ്കിലും ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി, ഇനി അടുത്ത ഏത് ടോയാ കയ്യിൽ കിട്ടുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും വാവ എണീറ്റ് പോകുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയാണെന്നേ ഉള്ളൂ. അതായത് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് വാവ ഈ കവറിന്റെ അകത്ത് നിന്ന് ഓരോ ടോയ്സ് എടുത്ത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സോ അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം പഴയ ടോയ് എന്ന് പറഞ്ഞ് തൂക്കി അറിയുന്നില്ലല്ലോ. പിന്നെ നിങ്ങളുടെ കയ്യിലെ ഷോള്, സ്കാർഫ്, ബെഡ്ഷീറ്റ്, ടവൽ എന്തുണ്ടെങ്കിലും ഇതുപോലെ കളിക്കാം. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. മുഖത്തെടുത്തിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, പിള്ളേരെ കൊണ്ടെടുക്കണം. സോ അതൊരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. കുഞ്ഞുങ്ങൾ അത് എടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ ഫേസിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അവരുടെ ചിരി കാണുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും. പിന്നെ പിള്ളേർക്ക് ഒരിക്കലും ഒരു ഗെയിം മടുക്കില്ല. നമുക്ക് മടുക്കും, പക്ഷെ പിള്ളേർക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഗെയിമും മടുക്കില്ല. അപ്പൊ ആദ്യം കുറച്ചു നേരം വാവയുടെ ഫേസിലാക്കിയിട്ട് നമ്മൾ കളിക്കാം. അത് നമ്മളെ ഫേസിലിടുവാണെങ്കിൽ നമ്മളെടുക്കണ്ട, വാവയെ കൊണ്ടെടുപ്പിക്കാം. വാവ അതിൽ ഭയങ്കര എൻഗേജ് ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും, കൈകൊട്ടിയൊക്കെ ചിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ബെസ്റ്റ് ആണ്.
ഈ ഒരു സാധനം ഞാൻ ഇത്രയും നേരം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ക്ഷമിക്ക്, ഈ ഒരു സാധനം പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടപ്പോൾ പിന്നെ നമുക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കാണില്ല, കാരണം ഇത് അത്ര അടിപൊളി ഐറ്റമാണ്. ഞാൻ ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ നിങ്ങൾ ലിങ്ക് ഏതെങ്കിലും മെസ്സേജ് ആരെങ്കിലും കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കമന്റ് കണ്ടാൽ പോലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ബാബ നന്നായിട്ട് എൻജോയ് ചെയ്യും. സമ്മർ ടൈം ആണെങ്കിലും പിള്ളേർ അതിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതിനു വേണ്ടി എടുത്തതല്ല, മുമ്പ് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു സാധനം വാവയ്ക്ക് 6 മന്ത് ആയപ്പോഴേ വാങ്ങി. സോ ആ സമയം തൊട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ നിങ്ങൾ എൻഡ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. പിന്നെ കുഞ്ഞുങ്ങളുള്ള എല്ലാ പാരന്റ്സിനും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കണേ. ഒരുമിച്ചിരുന്ന് കളിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ.